വെൽക്കം ബാക്ക് ടു മയൂരീസ് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ലാവൻഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ലാവൻഡർ ഫ്ലവർ. അപ്പോൾ നമുക്കൊരു ബഞ്ചസ് നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കൊരു നല്ല ഒരു ഫ്ലവറിൽ അറേഞ്ച്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ മെഷർമെൻറ്റിൽ നമുക്കൊരു പീസ് എടുക്കാം. കുറച്ച് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ടോപ്പ് പോർഷനിലേക്ക് മാത്രം കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അത് ഫോൾഡ് ചെയ്യണം. ആ ടോപ്പ് പോർഷനിൽ മാത്രമേ നിങ്ങൾ ഗം ചെയ്യാവൂ. ഇൻ ബിറ്റ്വീൻ ആ നടുക്കുള്ള പോർഷനിലൊന്നും ആകരുത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന പോർഷൻ തമ്മിൽ ഒട്ടിയിട്ടില്ല, താഴ്ഭാഗം മാത്രം ബോട്ടം പോർഷൻ മാത്രമേ സ്റ്റിക്ക് ആയിട്ടുള്ളൂ എന്ന് ഓർത്തോണം. ഇനി നമുക്ക് ഈ പീസസിൻ്റെ ഓരോ ചെറിയ സ്ട്രിപ്സും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ചുരുട്ടിയില്ലെങ്കിൽ അതിന് ഭംഗി വരത്തില്ല. ഇനി നമുക്കിത് ഓരോ സൈസിലുള്ള ഡിഫറെൻറ്റ് സൈസസിലുള്ള പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ ആ കാണിച്ച ആ ഒരു മെറ്റൽ വയറിൽ ഒരു ഇച്ചിരി തിക്കായിട്ടുള്ള മെറ്റൽ വയർ ഉപയോഗിക്കണം. അതിനുശേഷം ഇതേപോലെ ഒന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ആ ഗ്രീൻ ടേപ്പാണ്. അപ്പോൾ ടോപ്പിൽ ഞാൻ ചെറിയൊരു പീസ് ഒട്ടിച്ചു. ഏറ്റവും ചെറിയ പീസ് ടോപ്പിൽ ഒട്ടിക്കുക. പിന്നെ ഗ്രീൻ ടേപ്പ് വെച്ച് ചെറുതായിട്ട് കുറച്ച് പോർഷൻ ഒന്ന് ചുറ്റിയെടുക്കാം. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗ്രീൻ ടേപ്പിൻ്റെ താഴെയായിട്ട് വേണം നെക്സ്റ്റ് പീസ് ഒട്ടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ചെറിയ പീസ് മുതൽ സൈസ് കൂട്ടി താഴേക്ക് വരിക, ലെങ്ത്ത് കൂട്ടി വരണം. അപ്പോൾ ഇത് നമുക്ക് ശരിക്കുള്ള ഫ്ലവർ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അല്ലെങ്കിൽ പിക്ചറിലെങ്കിലും കണ്ടിട്ടുള്ള പരിചയമുള്ളവർക്ക് മനസ്സിലാവും. ഇത് കണ്ടിന്യൂസ് ആയിട്ടല്ല നമ്മളിത് വെക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് കാണും. ഓരോ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കാണും. ആ പോർഷൻ കുറച്ച് ഗ്രീൻ കളറിൽ കാണണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരേ ഒരു സ്പേസ് വിട്ട് ചെയ്യണ്ട. കുറച്ച് സ്പേസിങ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കണം. ഇനി ഇതേപോലെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പീസസ് എല്ലാം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു സ്റ്റെമ്മിൽ തന്നെ നമുക്ക് 3, 4 അല്ലെങ്കിൽ 5 എണ്ണം വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലെങ്ത്തിൽ, ഞാനിപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. ചെറിയ പീസസ് എടുക്കുക. അതായത് ഒരു 2 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ചെറിയ പീസസ് ആയിട്ട് എടുക്കുക. നീളം 10 സെൻറ്റിമീറ്ററോ അതിനും കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ലീഫിൻ്റെ ഷേപ്പ് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്റ്റെമ്മിന് 2 or 3 ലീവ്സ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് വളച്ചെടുക്കാം. നമുക്കൊരു സ്കെയിൽ വെച്ചിട്ടോ സിസർ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതേപോലെ നമുക്ക് നമ്മുടെ ബാക്കി 2 ലീവ്സും ഇതേപോലെ ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 or 3 വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ബഞ്ചസ് ആയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്ലവർ വേസിനുള്ള ഫ്ലവേഴ്സ് ആയി കഴിഞ്ഞു. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്ലോറൽ ബൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതിൽ നിന്നും. അപ്പോൾ ഇതേപോലെ കുറച്ച് ബഞ്ചസ് നീളം കുറച്ചും കൂട്ടിയൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഒരു ഫ്ലവർ വേസിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.